ഇപ്പോൾ മന്ത്രി പി രാജീവ് ലോകായുക്ത വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുന്നു. എന്റെ തത്സമയം ജനാധിപത്യത്തിന്റെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നിയമസഭയ്ക്ക് പൂർണ്ണമായും നിയമനിർമ്മാണ അധികാരമുണ്ടെന്ന് പാർലമെന്റ് തന്നെ അംഗീകരിച്ച ഒരു മേഖലയ്ക്കകത്ത് സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് പാസ്സാക്കിയ ഒരു ബില്ല്, ആ ബില്ല് അന്നേ തന്നെ ഗവർണർ ഒപ്പുവെക്കേണ്ടതായിരുന്നു. കാരണം രാഷ്ട്രപതിക്ക് അയക്കേണ്ടതായ യാതൊരു കാര്യങ്ങളും ആ ബില്ലിനകത്ത് നിലനിൽക്കുന്നില്ല. നിങ്ങൾ അന്നത്തെ നിയമസഭയിലെ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി സഭയ്ക്കകത്ത് ഞങ്ങൾ നൽകുകയുണ്ടായി. അതിനൊന്നും പിന്നീട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോ ലോക്പാൽ ബില്ല് പാസാക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ സഭയിൽ വ്യക്തമാക്കിയതുപോലെ ലോക്പാൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാന ലോകായുക്ത നിയമം കൂടി ഒരു ചാപ്റ്ററായി അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ചപ്പോൾ അത് സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണ അധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പോ അവതരിപ്പിച്ച ബില്ലിൽ ഈ ഭാഗം ഒഴിവാക്കുകയും ആ ഭാഗം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അയച്ചു കൊടുക്കാം, ഇതൊരു മാതൃകയാക്കി നിങ്ങൾക്ക് എടുക്കാം എന്ന് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു. ആ റിപ്പോർട്ട് പാർലമെന്റ് അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്പാൽ ബില്ലിൽ നിന്ന് തന്നെ ആ അധ്യായം ഒഴിവാക്കി. അപ്പൊ അതുകൊണ്ട് നിയമനിർമ്മാണം നിയമസഭയ്ക്കാണെന്ന് ആ ബില്ല് പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ തന്നെ വളരെ കൃത്യമായി തന്നെ വ്യക്തത വരുത്തിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റൊരു സംശയത്തിന്റെ കാര്യം ആർക്കും ഉണ്ടാകേണ്ടതില്ല. രണ്ട്, ലോക്പാൽ ബില്ലിലെ വ്യവസ്ഥകൾ അതിന് സമാനമാണ് ഭേദഗതി ബില്ലിലും. മൂന്ന്, മോഡലായി ലോകായുക്തയുടെ ബില്ലിലെ ഭാഗം അയച്ചുതന്നത് അതിനനുസൃതമാണ് ഈ ബില്ലിലെ ഭാഗങ്ങളും. ഇതെല്ലാം നിയമസഭയിൽ വ്യക്തമാക്കി. ഇതുകൂടാതെ ബഹുമാന്യായ ഗവർണറെ ഇതിനെ സംബന്ധിച്ച് വിശദീകരണം വേണമെന്ന് കണ്ടപ്പോൾ ആ സന്ദർഭത്തിൽ ഇത് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിൽ വായിച്ച് കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ബില്ല് മന്ത്രിസഭ അംഗീകരിക്കുമ്പോഴാണ് ഭരണഘടനയുടെ 167 ഞാൻ പലവണ നിങ്ങളോട് വിശദീകരിച്ചതുപോലെ ഗവർണർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ആ ഘട്ടത്തിലാണ് ചോദിക്കേണ്ടത്. ആ ഘട്ടത്തിൽ ചോദിച്ചിട്ടില്ല എങ്കിലും ഞങ്ങൾ പാസ്സാക്കിയതിനു ശേഷം ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് വ്യവസ്ഥ, ഈ വ്യവസ്ഥ ഒരേപോലെയാണ്. അപ്പോ അത് അപ്പം തന്നെ ഒപ്പുവെക്കേണ്ടതാണ്. അതിനകത്ത് വിവേചന അധികാരമൊന്നും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണ് എന്നാണ് ഇപ്പോ ഈ രാഷ്ട്രപതി അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. മറ്റു ബില്ലുകളുടെ കാര്യത്തിലും സമാനമായ രീതിയിൽ അനുകൂല നിലപാട് രാഷ്ട്രപതിയിൽ നിന്നുണ്ടാകുന്നു തന്നെയാണ്. അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ചിലർ പറയും ഇതെന്തിപ്പോ വന്നത്, ഇനിയിപ്പോ ഏതോ ചാനൽ പറഞ്ഞിട്ട് ഇവര് തമ്മിൽ വല്ല ധാരണയുണ്ടോ എന്നൊക്കെ ചില ചാനലുകൾ ഇന്നലെ തന്നെ പറയുന്നത് കേട്ടു. BJP ഗവൺമെന്റ് ആണല്ലോ എന്നുവെച്ചാൽ മാർച്ച് 21-ന് സുപ്രീം കോടതിയിൽ വീണ്ടും കേസ് വരാണ്. നമ്മൾ കേസ് കൊടുത്തപ്പോഴാണ് ഈ ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചത്. രാഷ്ട്രപതിക്ക് അയക്കുന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് കോടതി തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞു. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു അത്യപൂർവമായി നമ്മളോട് തന്നെ ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭേദഗതി ചെയ്യാം, നിങ്ങളുടെ ഈ പെറ്റീഷൻ ഭേദഗതി ചെയ്യാമെന്ന് നമ്മളോട് തന്നെ കോടതി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെറ്റീഷൻ ഭേദഗതി ചെയ്തു കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന നിയമസഭകൾക്ക് പൂർണ്ണമായി ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഉള്ള വിഷയങ്ങൾ രാഷ്ട്രപതിക്ക് അയക്കുന്നത് സംബന്ധിച്ചുള്ള ഗൗരവമായ പ്രശ്നം ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അത് മിക്കവാറും കോടതിക്കകത്ത് ചിലപ്പോ കർക്കശമായിട്ടുള്ള ഇത് ഏത് നിയമം അറിയാത്ത ആളുകൾക്ക് പോലും രണ്ടും വായിച്ചു വെച്ച് ഇംഗ്ലീഷ് അക്ഷരം നോക്കിയാൽ തന്നെ അത് ഇത് ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇംഗ്ലീഷിന്റെ അക്ഷരമാല അറിയാവുന്നവർക്ക് തന്നെ ഇത് വായിച്ചിട്ട് അത് വായിച്ചാൽ ഒരേപോലെയാണെന്ന് അറിയാൻ കഴിയും. അത്രയും ക്രിസ്റ്റലി ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിൽ എന്തിന് രാഷ്ട്രപതിക്ക് വിട്ടു എന്ന ചോദ്യം വരുമ്പോ അത് ഗൗരവമായ വിമർശനങ്ങൾക്ക് ഇടയാക്കാൻ ഒരുപക്ഷെ ഉണ്ടെന്നവർ കരുതുന്നുണ്ടാകാം. അതുകൊണ്ടുകൂടിയായിരിക്കാം പെട്ടെന്ന് തന്നെ ഇതിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. പി രാജീവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. യഥാർത്ഥത്തിലെ ബില്ലിന് ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം.